നമ്മളിപ്പോ മധുര അപ്പം നമ്മളുടെ മധുരാവിശേഷങ്ങൾ ഇവിടെ തീർന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ മധുരയിൽ നിന്ന് നമ്മളിപ്പോൾ പോവുകയാണ്. ഇനിയിപ്പോൾ ധനുഷ്കോടിക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി പോണ വഴിക്ക് പാമ്പിൻ പാലത്തിൻ്റെ കുറച്ച് കാഴ്ചകളും അതൊക്കെ ഭയങ്കര മനോഹരമായിട്ടുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫോണിൽ ഇപ്പോൾ ഞാനിത് എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ആ യാത്ര നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ. ഇപ്പം നമ്മൾ ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡ് നല്ല വിജനമായിട്ട് നമ്മൾ വിദേശത്ത് എവിടെയോ പോയി യാത്ര ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ ഇതിൽ പോകുമ്പോൾ. കാരണം റോഡൊക്കെ നല്ല റോഡുമാണ്, അത്ര അങ്ങനെ തിരക്കൊന്നുമില്ല. ഇതുപോലെ തിരക്കൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളത്തും ഇവിടുത്തെയൊക്കെ തിരക്കും ബ്ലോക്കൊക്കെ അറിയാമല്ലോ, കേരളത്തിലെ ബ്ലോക്കൊക്കെ അതൊക്കെ ഇല്ലാതെ നല്ല ഡ്രൈവിംഗ് ആണ് തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ. റോഡൊക്കെ ആണെങ്കിലും നല്ല റോഡും നമുക്ക് കണ്ണടച്ച് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഒരു കരിക്കൊക്കെ കുടിച്ച് വേറെ കടകളൊന്നും ഇല്ല കേട്ടോ. കരിക്ക് 1-2 സ്ഥലത്ത് വിൽക്കണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഇനി നിർത്താമെന്നും പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ പാമ്പൻ പാലം ലക്ഷ്യമാക്കിയാണ് ഇനി ഇപ്പോൾ പോണത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 2 സ്ഥലത്ത് ഇങ്ങനെ കരിക്ക് വിൽക്കാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നോക്കിയപ്പോൾ അത്ര കളറൊന്നും തോന്നിയില്ല. അപ്പോൾ ഇവിടെ കുറേ ആളുകൾ രാഷ്ട്രീയക്കാരാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ വെള്ള ഷർട്ടും മുണ്ടൊക്കെ ഉടുത്ത് കുറേ പേരിങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കരിക്ക് വാങ്ങിച്ചിട്ടാ. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു സ്ഥലത്തും വിൽക്കണ്ടായിരുന്നു. അവിടെ 40 രൂപയെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ 40-50 തമിഴ്നാടല്ലേ. ഇവിടെ ആണെങ്കിൽ നമ്മൾ പോരുന്ന വഴിക്ക് കണ്ടല്ലോ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ദൂരം മാത്രം തെങ്ങുകളും ഇതൊക്കെയായിരുന്നു. അപ്പോൾ തേങ്ങക്കൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ ഇതിന് മുൻപ് കുടിച്ചപ്പോഴും 50 രൂപയൊക്കെയാണ് അവർ വാങ്ങിച്ചിരുന്നത് കേട്ടോ. 40 രൂപ 50 രൂപയൊക്കെയായിരുന്നു കരിക്കിന് വാങ്ങിച്ചത്. അതേ വരുള്ളൂ എന്ന് കരുതി നമ്മൾ ഇവിടുന്ന് കരിക്ക് വാങ്ങിച്ചു കഴിഞ്ഞ് ബില്ലടയ്ക്കാൻ എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ഞെട്ടിപ്പോയിട്ടോ. അപ്പോൾ 2 കരിക്കാണ് അവിടെ നിന്ന് വാങ്ങിച്ചുള്ളൂ. 2 കരിക്കിന് വെച്ചപ്പോൾ 160 രൂപയായിരുന്നു. അപ്പോൾ ഒരു കരിക്കിന് 80 രൂപയാണ് പറയുന്നത്. പക്ഷേ തൊട്ടടുത്ത് തന്നെ അവർ 40 രൂപ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നെങ്ങാനും വാങ്ങിച്ചാൽ മതിയായിരുന്നു. പിന്നെ അവർ പറഞ്ഞു അയ്യോ ഇത് എന്താ ഇത്രയും റേറ്റ് എന്ന് പറയുക, ഇവിടെ നല്ല വിലക്കാണ്. അവർക്കറിയാലോ ഇപ്പോൾ കേരളത്തിൽ നല്ല വിലയാണ്, തേങ്ങക്കും ഇതൊക്കെ നല്ല വിലയാണെന്നൊക്കെ. അപ്പോൾ അവകൾ എന്താ ചെയ്ത് സമ്മതിക്കില്ല. അയാൾ പറഞ്ഞു 80 രൂപയ്ക്കാണ് വിൽക്കുന്നതെന്ന്. അപ്പോൾ അവരുടെ അടുത്തുനിന്ന് എത്രയും വാങ്ങിച്ചതെന്ന് അറിയില്ല കേട്ടോ. ചിലപ്പോൾ നമ്മളിപ്പോൾ ദൂരെ നിന്ന് വരുന്ന നമ്മുടെ കാറൊക്കെ കാണുമ്പോൾ അറിയാലോ. അപ്പോൾ അവരിനിയിപ്പോൾ കൂട്ടി വാങ്ങിച്ചതാണോ എന്നറിയില്ല കേട്ടോ. 80 രൂപ വെച്ച് 160 രൂപ 2 കരിക്കിന് കൊടുത്തിട്ടാണ്. അപ്പോൾ അതേ ഇവിടെ ടോൾ ഗേറ്റ് ഇവിടെ നമ്മൾ ഫാസ്റ്റ് ടാഗിൽ പൈസ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിപ്പോൾ പോകുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്നും കുറേ ദൂരം ഉണ്ട് കേട്ടോ അങ്ങോട്ട് എത്താനായിട്ട്. പോകുന്ന വഴിക്കൊക്കെ അതേ ആടുകളൊക്കെ മേയുണ്ട്, ആട്ടിടയന്മാർ ഇതൊക്കെ കാണാം കേട്ടോ. ഒരുപാട് ആടുകളുണ്ട് ഇവിടെ. മെയിനായിട്ട് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഫുഡിൽ മട്ടനാണ് കേട്ടോ ഇവിടെ കൂടുതലും തോന്നുന്നത്. നമ്മൾ കയറിയ ഷോപ്പിലൊക്കെ ആണെങ്കിലും മട്ടൻ്റെ വിഭവങ്ങളും ഇതൊക്കെ സുലഭമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേ ഒരു പിഗും അതിൻ്റെ മക്കളൊക്കെ ആയിട്ട് ഇതേ പോകുന്നുണ്ടല്ലേ റോഡ് ക്രോസ് ചെയ്ത്. അമ്മയും കുഞ്ഞുങ്ങളും. പിന്നെ നമ്മുടെ കേരളത്തിൽ കാണാത്ത ഒരു കാഴ്ച തമിഴ്നാട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാം കേട്ടോ. ഇപ്പോൾ അതേ കണ്ടില്ലേ, പോകുന്ന വഴിക്ക് എല്ലാ സ്ഥലത്തും അതേ കേട്ടോ. നമ്മളിപ്പോൾ പോകുന്ന ശനിയാഴ്ച അതുകൊണ്ടാണോ എന്നറിയില്ല കേട്ടോ. പിന്നെ ഞായറാഴ്ച കല്യാണമാണോ ഇവിടെ എന്നറിയില്ല. എല്ലാം കല്യാണ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോ ഇങ്ങനെ വലിയ ഫ്ലെക്സ് അടിച്ച് വയ്ക്കുക. പിന്നെ അവരുടെ ഫ്രണ്ട്സൊക്കെ ചെയ്യുക. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഫ്രണ്ട്സൊക്കെ ചെയ്യുന്ന ഒരു ഇതായിരിക്കും, കല്യാണത്തിന് കൊടുക്കുന്ന സമ്മാനമായിരിക്കും ഇങ്ങനെ ഫ്ലെക്സ് അടിച്ച് വയ്ക്കുന്നത്. പിന്നെ ചിലതിലൊക്കെ നമ്മൾ അറിയപ്പെടുന്ന ആളുകളുടെ ചില രാഷ്ട്രീയക്കാരുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് കല്യാണം ചെറുക്കനും പെണ്ണും നിൽക്കണ ഫോട്ടോ, അങ്ങനെ പല രീതിയിലും കാണാം കേട്ടോ. കല്യാണ ഫോട്ടോകളെ കൊണ്ട് നിറഞ്ഞൊക്കെയാണ് വഴിയിൽ പോകുന്ന വഴിക്കൊക്കെ ഫ്ലെക്സുകൾ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ കാണാത്ത ഒരു കാഴ്ചയാണ്. കേരളത്തിലങ്ങാണെങ്കിൽ നോക്കണ്ടായിരുന്നു ഇങ്ങനെ ഫ്ലെക്സ് അടിച്ച് വയ്ക്കുന്നത്. ഇവിടെ അത്യാവശ്യം ചില ഫ്ലെക്സുകൾ തന്നെ നമ്മളിപ്പോൾ ഇവിടെ നിരോധിച്ചേക്കാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, പിന്നെ അവിടെയൊക്കെ തമിഴ്നാട്ടിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വയ്ക്കാനുള്ള സൗകര്യങ്ങളും സ്ഥലങ്ങളൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ കിടക്കുകയല്ലേ. അല്ലേ നമ്മുടെ അവിടെയൊക്കെ റോഡരികത്ത് ആളുകളൊക്കെ കൊണ്ടുവന്ന് നേരത്തെ പന ഇവിടെ ധാരാളം കാണുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു കൃഷി ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ ഇവിടുന്നത്. നല്ല ഭംഗി കാണാനായിട്ട്. ബീച്ച് 1.5 കിലോമീറ്റർ ഉള്ളൂ. പുതിയ ട്രെയിൻ പോണ പാമ്പന്മാരം കുറച്ചുകൂടി അങ്ങോട്ട് പള്ളിയുടെ അവശിഷ്ടമൊക്കെ കാണാം. ഇതൊക്കെ സുനാമി വന്ന സ്ഥലങ്ങളാണ്. ഇപ്പൊ രാമേശ്വരം എത്താറായിക്കണല്ലേ. അങ്ങനെ നമ്മളിതേ ഇവിടെ രാമേശ്വരം ഇവിടെ സീയുടെ കരികിൽ വന്നേക്കണ്ട. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന തമിഴ്നാട്ടിലെ അപ്പോൾ രാമനാഥപുരത്താണ് പാമ്പൻ പാലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ തമിഴ്നാട്ടിൽ. അപ്പോൾ പണ്ട് ഇത് ട്രെയിൻ പോണ പാലമായിരുന്നു ഇവിടെ ഉണ്ടായത്. ഒരുപാട് നീളമുള്ള ഒരു പാലമായതുകൊണ്ടാണ് പാമ്പൻ പാലം എന്ന് പറയുന്നത് കേട്ടോ.
അപ്പോൾ അതിനുശേഷമാണ് പിന്നെ സമാന്തരമായിട്ട് പിന്നെ വേറെ പാലവും ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ഒരു നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഈ പാമ്പിൻ പാലത്തെ രാജ്യത്തെ ഉണ്ടല്ലോ എൻജിനീയറിംഗ് വിസ്മയങ്ങളിൽ പ്രധാനമുണ്ട്. അന്നത്തെ കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇത്ര വിസ്മയം തീർത്ത എൻജിനീയറിംഗ് ആയിരുന്നു അന്ന്. ഇതിന് എത്ര മീറ്ററാണെന്നറിയോ? 2345 മീറ്റർ നീളമുള്ള ഈ നമ്മുടെ രാജ്യത്തെ തന്നെ രണ്ടാമത്തെ പാലത്തിലൊന്നാണ് കേട്ടോ, നീളം കൂടിയ പാലത്തിലൊന്നാണ്. ഒന്നാമത്തേത് അടൽ സേതു മുംബൈയിലുള്ളത് ഇതാണ് കേട്ടോ പാലം. അപ്പോൾ കപ്പലുകൾ കടന്നു പോകുമ്പോഴുണ്ടല്ലോ നമ്മൾക്കത് മാറ്റാൻ കഴിയും. ആ ബ്രിഡ്ജ് അത് പൊക്കി മാറ്റാൻ കഴിയുന്ന രീതിയിലാണ് എൻജിനീയറിംഗ് രൂപകൽപ്പനയൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രധാനമായി കരയ്ക്കും രാമേശ്വരം ഉൾപ്പെടുന്ന പാമ്പിൻ ദ്വീപ് ആണ് അവിടെ. ദ്വീപിനും ഇടയിലുള്ള പാക്ക് കടലിനടുക്കിനും കുറുകയായിട്ടാണ് ഈ പാലം സ്ഥിതി ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന അതിമനോഹരമായ ഒരു കാഴ്ച കാണിച്ചു തരട്ടാ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ട് പരിചയം ഉണ്ടാകും. പുഷ്പ സിനിമ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. അതിൽ ആ ചന്ദനം കടത്തേക്ക് ചെയ്യുന്ന ആ ഒരു രംഗം അതിവിടെയാണ് ഷൂട്ട് ചെയ്തതെന്ന് പറയണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ബോട്ടുകൾ ഇങ്ങനെ നങ്കൂരമിട്ടിരിക്കുന്നുണ്ടല്ലേ, അത് ഭയങ്കര കാഴ്ചയാണ്. എന്ത് ഭംഗിയാണെന്നറിയോ ഇവിടെ നിന്ന് അത് കാണാനായിട്ട്. വെള്ളത്തിൻ്റെയൊക്കെ കളറ് തന്നെ കണ്ടില്ലേ, നല്ല പച്ച കളറായിട്ടുള്ള വെള്ളവും. പിന്നെ പഴയ പാലത്തിന് സമാന്തരമായി നിർമ്മിക്കപ്പെട്ട പുതിയ പാലം, ഈ അടുത്താണ് അതിൻ്റെ ഉദ്ഘാടനം കഴിയുകയൊക്കെ ചെയ്തത്. നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഉദ്ഘാടനം ചെയ്തത്. പിന്നെ അത് 2020 ഏപ്രിൽ മാസത്തിലാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ പത്രത്തിൽ ന്യൂസിലൊക്കെ കണ്ടിരുന്നു. അത് നമ്മൾ ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപാണ് നമ്മൾ കാർ അവിടെ പാർക്ക് ചെയ്തിരുന്നത്. പക്ഷേ ബ്രിഡ്ജിലേക്ക് കയറ്റിയും ആളുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നല്ല ഫൈൻ ഈടാക്കുമെന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ മുൻപിലെല്ലാം കാർ പാർക്ക് ചെയ്തേക്കായിരുന്നു. പക്ഷേ എത്രയൊക്കെ ബോർഡ് കണ്ടിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ, ഈ ഒരു സ്ഥലത്തൂടി പോകുമ്പോൾ എന്തായാലും ബ്രേക്ക് കെട്ടി പോകും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ബ്ലോക്കും ആവുന്നുണ്ട് കേട്ടോ, നല്ലോണം ബ്ലോക്ക് ആവുന്നുണ്ട്. പിന്നെ ടൂറിസ്റ്റുകളെ കൊണ്ടുവന്ന വാഹനങ്ങളിലൊക്കെ ഡ്രൈവർ പിന്നെ ആളുകളെ ഇറക്കി വിട്ടിട്ട് അവർ വാഹനമായിട്ട് പോകും. ഇപ്പോൾ നമുക്കിങ്ങനെ ഇറക്കി വിടാൻ ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് സമയം പിന്നെ ബ്രിഡ്ജ് എത്തിയപ്പോൾ നിർത്തി. ഇപ്പോഴാണ് നമ്മൾ കണ്ടത് മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. കണ്ടില്ലേ, ഇത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടാ നല്ലൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതണം ഈ ഒരു കാഴ്ച. കാരണം അതിൽ കൂടി നമ്മൾ ട്രെയിൻ പോകുന്നത് നേരിട്ട് കാണുന്നത് കാഴ്ച. നമ്മളിവിടെ എന്ത് രസമാണ് ഇവിടുത്തെ വണ്ടികൾ കാണുമ്പോഴുണ്ടാകുന്നത്. ഇതൊക്കെ പച്ചവണ്ടി, അപ്പുറത്ത് ചുവപ്പ് വണ്ടി. എന്ത് ഭംഗിയാ കാണാൻ. ഇപ്പൊ കാറൊന്നും നല്ല നീളമുള്ള കണ്ടില്ലേ, ഒന്ന് ദൂരെ എന്ത് രസമാണ്. ഇവിടെ വന്ന് നിൽക്കണം കേട്ടോ, ഭയങ്കര കാറ്റും ഇതൊക്കെയാണ്, ഭയങ്കര രസമാണ് ഇവിടെ. എവിടെ വാ, ആ അവിടെ പോയി കാണണ്ടേ, വാ അങ്ങോട്ട് പോകാം, വണ്ടി എടുക്ക്. ആ ബ്രിഡ്ജ് ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ. അവിടുത്തെ ട്രെയിൻ പോണ വർക്കല്ല ബ്രിഡ്ജ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ധനുഷ്കോടി വരണമെന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ മധുര വരെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് തിരിച്ചു പോയാലോ, ഇനിയിപ്പോൾ ഒരു ദിവസം നമ്മുടെ മുൻപിലുള്ളൂ, തിരിച്ചു പോയാലോ എന്ന് വിചാരിച്ചതാണ് കേട്ടോ ഒരു നിമിഷം. പക്ഷേ എന്തായാലും നമ്മൾ ഇത്രയും ദൂരം വന്നത് വെറുതെ ആയില്ല എന്ന് മനസ്സിലായിട്ട്. പാമ്പൻ പാലത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ യാത്രയും ക്ഷീണവും എല്ലാം നമ്മൾ മറക്കും കേട്ടോ. അപ്പോൾ എന്തായാലും യാത്ര ചെയ്യുന്നവർ ഇവിടെ ഒന്ന് വരിക, ദേ മനോഹരമായ ഈ കാഴ്ചയൊക്കെ കാണാം. അപ്പോൾ നമ്മൾ നോക്കിയൊക്കെ വണ്ടി പാർക്ക് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ആരും നമ്മളുടെ
ഇപ്പോൾ ഇവിടെ എറണാകുളത്തൊക്കെ ആണെങ്കിൽ അവിടെ നിരത്തുനിന്ന് പിന്നെ MVD ഇതൊക്കെ ഉണ്ടാകും, നമ്മളെ പാർക്ക് ചെയ്യാൻ ഇതൊന്നും അനുവദിക്കില്ല. പിന്നെ അവിടെയൊക്കെ പിന്നെ ക്യാമറ ഉണ്ടാകും, നമുക്ക് പേടിയാണ് ഇതൊക്കെ. പക്ഷേ ഇത് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിലും ആരും അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നമുക്കവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തൊക്കെ നമുക്ക് കാണുകയും ഇതൊക്കെ ചെയ്യാം. നമുക്ക് അത്യാവശ്യം ഫോട്ടോയൊക്കെ എടുക്കാനും ഒക്കെ സൗകര്യമുണ്ട് കേട്ടോ. പിന്നെ ഈ മനോഹരമായ ഈ ബോട്ടൊക്കെ നങ്കൂരിട്ടിരിക്കുന്ന ഈ കാഴ്ചയും ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിലാണ് കേട്ടോ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളും ഇതൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തുക. സമയം കിട്ടുമ്പോഴൊക്കെ 1-2 ദിവസമൊക്കെ ഇങ്ങനെ ജോലിയൊക്കെ മാറ്റി വെച്ച് ഇങ്ങനെ പോയി ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുവരിക. അവിടുത്തെ വണ്ടികളൊക്കെ നമ്മുടെ മനസ്സ് കുളിർപ്പിക്കണ വണ്ടികളും ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ ബ്രിഡ്ജ് ഇങ്ങനെ ഷിപ്പൊക്കെ പോകുമ്പോൾ ഇങ്ങനെ മാറ്റി കൊടുക്കുകയും ഇതൊക്കെ ചെയ്യുമെന്ന്. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ കാണുന്ന പോലെ അത്ര ചെറുതൊന്നും അല്ല കേട്ടോ. ഇതിൻ്റെ മേളിൽ നമുക്കൊരു വലിയൊരു ഗോഡൗൺ പോലെയുള്ള ഇതാണ് നമുക്ക് അടുത്ത്. അപ്പോൾ അതിൻ്റെ കൺട്രോളിങ് സിസ്റ്റം ഇതൊക്കെ വരുന്ന മോട്ടോർ സാധനങ്ങൾ അതൊക്കെ സിസ്റ്റമൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. അതിൻ്റെ മേളിൽ നല്ല വലിപ്പമുണ്ട് ആ സംഭവത്തിന്. അപ്പോൾ ഇത് നല്ലൊരു കെട്ടിടത്തിൻ്റെ അത്രയുണ്ട് അതിൻ്റെ ആ മേളിലുള്ള ഇത്. നമ്മളിപ്പോൾ ഒരു ഗോഡൗണൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു രീതിയിലാണ് ഏറ്റവും മേളിൽ. അവിടെ എന്തൊക്കെയാണ് സംഭവം എന്ന് നമുക്കറിയില്ല നമ്മൾ. അപ്പോൾ ഈ പാമ്പൻ പാലം കഴിഞ്ഞ് ഇനിയും കാഴ്ചകളുണ്ട് കേട്ടോ. നമ്മുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കണില്ല. അപ്പോൾ കൂടുതലും മലയാളികളെയൊക്കെ ഇവിടെ വെച്ച് കണ്ടുമുട്ടുകയും ഇതൊക്കെ ചെയ്യണ്ടിട്ടോ. നമ്മൾ എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും മലയാളികൾ ഉണ്ടാവും എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇവിടെയും അങ്ങനെ ധാരാളം വാഹനങ്ങളും കൂടുതൽ ഇവിടെയുള്ള വാഹനങ്ങളിൽ കൂടുതൽ നമ്മുടെ കേരള രജിസ്ട്രേഷൻ വാഹനങ്ങളും മലയാളികളും ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി ഞാൻ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണിക്കാം. ഇനിയിപ്പോൾ രാമേശ്വരം ചെന്നിട്ട് നമുക്ക് ഡോക്ടർ അബ്ദുൽ കലാം ൻ്റെ മ്യൂസിയം ഇതൊക്കെ കാണണം. അപ്പോൾ അതെല്ലാം നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ. രാമേശ്വരത്തെ വിശേഷങ്ങളും ഇതൊക്കെ ബാക്കി. ഇനി അവിടെയാണ് നമ്മളിന്ന് സ്റ്റേ ആകുന്നതും ഒക്കെ രാമേശ്വരത്താണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകളിലൊക്കെ നമുക്കിനി അടുത്ത പ്രാവശ്യം കാണാം. അപ്പോൾ ഞാനിന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ്.